ശ്രീ അഞ്ചൽ ജോബ്, ഓരോ ഡോക്ടർമാർക്ക് എങ്ങനെ ഇതിനോട് മുഖം തിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ചർച്ചയിൽ നമ്മൾ ഈ KGMCT എന്ന സംഘടനയുടെ പ്രതിനിധിയെ സംസ്ഥാന ഭാരവാഹി ക്ഷണിച്ചിരുന്നു. KGMO അവരോട് സംസാരിച്ചു. അവരൊക്കെ KGMCT മറ്റൊരു സമരത്തിൻ്റെ മുഖത്താണ്. ഞങ്ങൾക്ക് സമരത്തിൻ്റെ, അതായത് സർക്കാരിൽ നിന്ന് ഒരുപാട് ആ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സമരമാണ്, പ്രക്ഷോഭമാണ്. അപ്പോൾ ഈ ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ വഴിമാറിപ്പോകുമെന്നാണ് ആ മഹതി അറിയിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവരുടെയൊക്കെ തന്നെ അറ്റൻഷൻ പ്രയോറിറ്റി എവിടെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ ഒരു സംഭവം ഉണ്ടായത്? ഇതിലെ നമ്മൾ പഴിക്കേണ്ടത് ആരെയാണ്? ഏത് സിസ്റ്റത്തെയാണ് നമ്മൾ ഇതിൽ തിരുത്തൽ ആവശ്യപ്പെടേണ്ടത്? അല്ല, സിസ്റ്റം ഈ സിസ്റ്റത്തിൽ തന്നെ, ഇവിടുത്തെ കേരള ആരോഗ്യവകുപ്പിനെ തന്നെയാണ് വഴിക്കേണ്ടത്. പക്ഷേ തെറ്റു പറ്റിയിട്ടും ആ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇതിപ്പം കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായി, അത് കഴിഞ്ഞ് ജനറൽ ഹോസ്പിറ്റൽ സംഭവം കഴിഞ്ഞ വർഷമുണ്ടായി. ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഇപ്പോൾ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ, എക്സ്റേയിലൂടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടർ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു, ഇത് 50 വർഷം വയറ്റിനകത്ത് കിടന്നാൽ യാതൊരു കുഴപ്പമില്ലെന്ന്. ഇവരൊക്കെ റഷ്യയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വുഹാണ്ടിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ടൊന്ന് MBBS പാസ്സായെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതൊക്കെയും കേരളത്തിൽ നിന്നായിരിക്കത്തില്ല. വിവരദോഷങ്ങൾ വിളിച്ചു പറയുകയാണ്. വിവരദോഷങ്ങൾ, ഒരു തെറ്റുപറ്റി അത് സംഭവിച്ച തെറ്റാണ് എന്ന് പറയാനുള്ള നട്ടലുണ്ടാവണം. ഇതല്ലാതെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു സർക്കാർ ഹോസ്പിറ്റലുകളിൽ ലിസ്റ്റ് ഇല്ല, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇൻസ്ട്രുമെൻസിൻ്റെ ലിസ്റ്റുകളില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ലിസ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നാൽ കാണിച്ചു തരാം. ഓപ്പറേഷൻ തിയേറ്ററിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന സാധനങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ സാധനങ്ങൾ ഓപ്പറേഷൻ സമയത്ത് എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്ന സാധനങ്ങൾക്ക് എണ്ണമുണ്ട്. മോപ്പ്, അതുപോലുള്ള ഓരോ ഉപകരണങ്ങളും, ഈ ഉപകരണങ്ങൾ എടുത്തു വയ്ക്കുന്നതിൻ്റെ എണ്ണം, ആ എണ്ണം അവിടുത്തെ നേഴ്സിംഗ് അസിസ്റ്റൻ്റോ നേഴ്സോ രേഖപ്പെടുത്തണം. ഡോക്ടർ അത് പറഞ്ഞു കൊടുക്കണം, ഡോക്ടർ അത് ചെക്ക് ചെയ്യണം. സർജറി കഴിഞ്ഞ് സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് ഈ എടുത്ത സാധനങ്ങൾ ഇത്രയും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് ഡോക്ടർ അതിനകത്ത് ഉത്തരവാദിത്വം വഹിച്ച് ഡോക്ടർ തന്നെയാണ് ലാസ്റ്റിൽ ഇത്രയും ഉണ്ട് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ഓപ്പറേഷന് ആളിനെ പോസ്റ്റ് ചെയ്തതിന് ശേഷം സൈഡിൽ പോയി ഇരുന്ന് ജൂനിയർ ഡോക്ടർമാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിട്ട് അവസാനം അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നു. ഇങ്ങനെ എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഈ ചെയ്ത ഡോക്ടർക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർക്ക് ആരോടാണ് പ്രതിബദ്ധത എന്നുള്ളതാണ്. ഈ ഷഹീദ എന്ന് പറയുന്ന ഡോക്ടർ ഷഹീദ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് SIT ആശുപത്രിയിലാണ്, കുഞ്ഞുങ്ങളുടെ ആശുപത്രിയാണ്. അവിടെ ഇനി ശസ്ത്രക്രിയ, ആരുടെയൊക്കെ വയറ്റിൽ എന്തൊക്കെ കിടപ്പുണ്ടെന്ന് അവനവനൊന്ന് പരിശോധിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഇവർക്കൊക്കെ ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ആരോടാണ് ഇവരുടെ പ്രതിബദ്ധത? പാവങ്ങളാണ് വരുന്നത് ഓരോ ആശുപത്രിയിലും. ആ പാവങ്ങൾ വരുന്നത് എന്താണ്? അവർക്ക് ലക്ഷങ്ങൾ കൊടുത്തും കോടികൾ കൊടുത്തും മറ്റ് ആശുപത്രികളിലേക്ക്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിവർത്തിയില്ലാതാണ് ഓരോ മനുഷ്യരും വരുന്നത്. അപ്പോൾ അവരോട് എന്ത് പ്രതിബദ്ധത, എന്താണ് ഈ സംഘടനയ്ക്കുള്ളത്? നോക്കൂ, KGMCT എന്ന സംഘടന പറയുകയാണ്, ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കുകയാണ്, ഇതിൽ ഞങ്ങൾക്ക് ഇടപെടാൻ സമയമില്ല. KGMO എന്നൊരു സംഘടനയുണ്ട്, ഒരു അധോലോക സംഘടനയെ പോലെയാണെന്ന് ഒരു പക്ഷേ പറയേണ്ടി വരും. കാരണം ഈ 2-3 ദിവസം മുമ്പ് ഈ നെടുമങ്ങാട് ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടർ കൈക്കൂലി വാങ്ങിച്ചു ഒരു കുഞ്ഞിന്റെ ജീവൻ അപഹരിച്ചു. ആ സംഭവത്തിൽ ഇറക്കിയ വാറോല കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടുത്തുകയാണ് സർക്കാരിനെയും ഭയപ്പെടുത്തുന്നു. ഇത് വാർത്ത നൽകുന്ന അല്ലെങ്കിൽ പ്രചാരണം കൊടുക്കുന്ന മാധ്യമങ്ങൾ എന്ന രീതിയിലടക്കം ഒരു ഭീഷണി മുഴക്കിയാണ്. അപ്പോൾ ഈ KGMO സംഘടനയ്ക്കൊക്കെ ആരോടാണ് ഉത്തരവാദിത്തം? ജനങ്ങളോടുണ്ടോ? വരുന്ന രോഗികളോടുണ്ടോ? ഇവരുടെ പ്രയോറിറ്റി എന്താണ്? അതെല്ലാം പോട്ടെ, ഇവിടെ സർക്കാരുണ്ടല്ലോ, ആരോഗ്യത്തിന് ഇക്കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് ആക്ട് ചെയ്യാൻ തക്ക രീതിയിൽ എന്തുകൊണ്ടും സാഹചര്യം ഒരുങ്ങുന്നില്ല. അപ്പോൾ ഇവരുടെയൊക്കെ ഭീഷണിക്ക്, കണ്ണുരുട്ടലിന്, മീശ പിരിക്കലിന് ഈ ആരോഗ്യമന്ത്രിയും വഴങ്ങുകയാണോ ശ്രീ ജോബ്? അല്ല, ആരോഗ്യമന്ത്രി അവർക്ക് യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. അതാണ് ഒരു പ്രധാന വിഷയം. അത് തുടക്കം മുതൽ തന്നെ അവർക്ക് ഒരുപാട് അപാകതകൾ പറ്റിയിട്ടുണ്ട്. അവർ ഈ ആരോഗ്യ വകുപ്പിന് പറ്റിയ ഒരു മന്ത്രിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിലിപ്പം ഓർമ്മയില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞു, ഈ സംഭവം എനിക്ക് ഓർമ്മയില്ല. നീഡിലാണോ കുരുങ്ങിയേക്കുന്നത്, സിസേഴ്സാണോ കുരുങ്ങിയേക്കുന്നത്, മോപ്പാണോ കുരുങ്ങിയേക്കുന്നത്, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഇത് ഏത് കേസാണ് ഈ കുട്ടിക്കെന്നാണ് അവർക്ക് ഓർമ്മയില്ലാത്തത്. ഈ പേഷ്യൻറ്റിന് ഇത് ഏത് പേഷ്യൻറ്റിനാണ്, ഇത് ഏത് കുരുങ്ങിയതാണ് എന്നുള്ളതാണ്. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണും, അതുകൊണ്ടാണ് ഓർമ്മയില്ലാത്തത്. ഏതെങ്കിലും 1-2 കേസാണെന്നേ ഓർമ്മ വന്നേനെ. ഇത് അശ്രദ്ധയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഓപ്പറേഷന് കൊടുക്കേണ്ട ജാഗ്രത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീരിയസ് എന്തുകൊണ്ട് ഇവരെടുക്കുന്നില്ല? ഇവർ ഈ കാര്യങ്ങളെല്ലാം കാട്ടികൂട്ടി ഉണ്ടാക്കി കളഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ
യാതൊരു ഉത്തരവാദിത്വവും ചെയ്യാത്ത ഡോക്ടർമാരാണ് കൂടുതൽ പേരും. പക്ഷേ എല്ലാ ഡോക്ടർമാരെയും നമ്മൾ പറയുന്നില്ല. അഞ്ചൽ ജോബ് അടിവരയിടേണ്ടത് അതാണ്. അതായത് ഒരു വിഭാഗമാണ്, നല്ല ഒരുപാട് ഡോക്ടർമാരുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇതിനെ പഴി കേൾപ്പിക്കുകയാണ്. ഞാനീ പറയുന്ന നെടുമങ്ങാട് ആശുപത്രിയിലെ ഡോക്ടർ എന്താണ് ചെയ്തത്? ആ നെടുമങ്ങാട് ആശുപത്രിയിലെ ആ ഡോക്ടർ എന്ന് അവരെ വിളിക്കാമെന്ന് അറിയില്ല. ഈ കഴുത്തറപ്പൻ പരിപാടി ഉണ്ടല്ലോ, ഈ കശാപ്പ് ശാലകൾ, അവിടെ കൊണ്ടിരുത്തിയാൽ ബെസ്റ്റ് ആയിരിക്കും. ആ രീതിയിലാണ് വരുന്ന ഡോക്ടർമാരിൽ നിന്ന് രോഗികളിൽ നിന്നും കാശ് പിരിക്കുന്നത്. 5000-ഉം 10,000-ഉം ഒക്കെ ഈ സർക്കാർ ശമ്പളത്തിന് അപ്പുറത്തേക്ക് പിരിച്ചെടുക്കുകയായിരുന്നു അവരുടെ ജോലി. അവരെ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തത്? അവരെ ഈ പറഞ്ഞ തിക്താനുഭവം പോലും ഞങ്ങളുടെ ജീവനക്കാരുടെ ഇടയിൽ നിന്ന്, ഞങ്ങളുടെ ഒരു സഹോദരി, ഞങ്ങളുടെ ഒരു ജേർണലിസ്റ്റിനെ പോലും ആ രീതിയിൽ ട്രീറ്റ് ചെയ്തതിൻ്റെ അനുഭവം അവർക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, എന്നിട്ട് കൂടിയാണ് ഈ KGMOയെ അവർ കൈക്കൂലി വാങ്ങുന്ന ഡോക്ടർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാറോല ഇറക്കുന്നത്, ചീട്ടിറക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള മാതൃകാപരമായ നടപടിക്ക് ഇവർ ആഹ്വാനം ചെയ്യുന്നില്ല. അപ്പോൾ ഇവരൊന്നായിട്ട് അങ്ങ് ഭീഷണി മുഴക്കുകയാണ്. ഇപ്പം ഞങ്ങൾ OP ബഹിഷ്കരിക്കുകയാണ്. ഇപ്പം ബഹിഷ്കരണമൊക്കെ നടന്ന് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, വലയുകയാണ്. അവിടെയാണ് ഒരു സർക്കാരിൻ്റെ, ഒരു സ്റ്റേറ്റിൻ്റെ റോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ റോൾ ഈ സ്റ്റേറ്റ് എടുക്കുന്നുണ്ടോ? തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് മാത്രം കാര്യമായി ഇടപെടുന്നു. അങ്ങനെ ഒരു ആരോഗ്യമന്ത്രിയാണ് ഗതികേട് കൊണ്ട് നമുക്ക് കാണേണ്ടി വരുന്നത്. ശ്രീ അഞ്ചൽ ജോബ്. അല്ല, സമരത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇത്തിരി വാസ്തവമുള്ളതാണ്. കാരണം 48 മണിക്കൂർ ഡ്യൂട്ടി നോക്കുന്ന PG ഡോക്ടർമാർക്ക് കൊടുക്കേണ്ട സാലറി പോലും കൊടുക്കാതെ ഈ സർക്കാർ അവരെ വേദനിപ്പിക്കുന്നുള്ളത് സത്യമാണ്. എന്ന് വിചാരിച്ച് ഡോക്ടർമാർ ചെയ്യുന്ന തെറ്റിനെ നമ്മൾ വെള്ളപൂശാനൊന്നും പറ്റത്തില്ല. പക്ഷേ സമരത്തിൽ അവർ പറയുന്ന ഒരുപാട് ന്യായമായ കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്. ആഹാരം കഴിക്കാതെ പോലും OPയിലും കാഷ്വാലിറ്റിയിലും വർക്ക് ചെയ്യുന്ന എത്രയോ ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ അവർ സമരത്തിനിറങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ സർക്കാർ ജീവനക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അതിന് ഒരു ആനുകൂല്യവും കൊടുക്കാതെ അവർ പണിയെടുത്തോണം. അത് വേറൊരു വിഷയമാണ്. അവരുടെ സമരത്തെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. പക്ഷേ ചെയ്യുന്ന ഡ്യൂട്ടിയോട് ഒരു പ്രതിബദ്ധത ഉണ്ടാവണം. ചെയ്യുന്ന ഡ്യൂട്ടി സത്യസന്ധമായിരിക്കണം. അതിനെ സീരിയസ് ആയി കാണണം. പ്രത്യേകിച്ച് ഓപ്പറേഷൻ പോലുള്ള സംഭവങ്ങളെ സീരിയസ് ആയി കാണാത്തതാണ് ഇതിനെല്ലാം കാരണം. ഇത് മോപ്പ് തന്നെ യഥാർത്ഥത്തിൽ ഈ പല വയറ്റിലും ഇത് ഓപ്പറേഷൻ സമയത്ത് കുടുങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ മോപ്പ് പോലും എണ്ണി വേണം അവിടെ വെക്കാൻ. തിരിച്ച് സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് മോപ്പ് എത്ര ഉണ്ടെന്ന് നോക്കണം, നീഡിൽ എത്ര ഉണ്ടെന്ന് നോക്കണം, സിസേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കണം. ഇതൊന്നും നോക്കാതെ കിട്ടിയ പാടെ തച്ച് വിടുക എന്നുള്ളതാണ്. അനുഭവിക്കുന്നെങ്കിൽ അവ അനുഭവിച്ചിട്ട് എന്നുള്ള രീതിയിൽ നടപടി എടുക്കണം. നടപടിയാണ് പ്രധാനം. 1-2 ഡോക്ടർമാർക്കെതിരെ നടപടി എടുത്തു കഴിയുമ്പം തീർച്ചയായും ഇത് വളരെ ശ്രദ്ധയോടെ നടപടിയില്ല. ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്ക് നട്ടെല്ല് വേണം, ആ സർക്കാരിന്റെ പ്രതിബദ്ധത വേണം, ഇച്ഛാശക്തി വേണം. അല്ല, ഇതില്ലല്ലോ. നടപടി ഏത് ഡോക്ടറെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്? ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കും. ഒരു 3 മാസത്തെ സമയം അന്വേഷണ കമ്മീഷനെ വെച്ച് അതിൻ്റെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് അവർക്കെതിരെ നടപടി എടുക്കാമെന്ന് പറയും. 3 മാസം കഴിയുമ്പോഴത്തേന് ഇത് ആളുകൾ മറക്കും. പിന്നെ അടുത്ത കേസുമായി വരും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഏതെങ്കിലും ഒരു ഡോക്ടർക്കെതിരെയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെയോ നടപടിയെടുത്ത ചരിത്രമുണ്ടോ? അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഇടപെടണം. കോടതി ഇടപെട്ടാൽ മാത്രമേ നടപടി എടുക്കൂ. അല്ലാതെ ഒരു നടപടിയും എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം.